സുഖമാണോ സുഖമാണ്. സത്യത്തിൽ ഈ പടം കാണാനാണ് ഇന്നലെ ഞാൻ രാവിലെ തന്നെ പോയത്. പക്ഷെ ഞാനില്ലാതെ വേറെ ആരും ഈ പടത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഷോ നടന്നില്ല. പിന്നെയാണ് ഞാൻ സ്പാ, പെണ്ണും പൊറാട്ടും ഈ പടങ്ങൾ ഇന്നലെ കണ്ടത്. അതിന്റെയൊക്കെ വീഡിയോയും ചെയ്തതിന് ശേഷം രാത്രി 10:30-ക്കുള്ള ഷോയ്ക്കാണ് കറുകച്ചാൽ അഞ്ചാനി സിനിമാസിൽ ഈ പടം കാണാനായിട്ട് പോയത്. സോ നവാഗതനായ അരുൺലാൽ രാമചന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച് മാത്യു തോമസ്, ജഗദീഷ്, ദേവിക സഞ്ജയ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ മലയാളം ഫാന്റസി റൊമാന്റിക് ഡ്രാമയെ കുറിച്ചാണ് ഇന്ന്. ജീവിതത്തിൽ ഏകാന്തത മാത്രം കൂട്ടായുള്ള തിയോയുടെ സുഖവിവരം അന്വേഷിക്കാനായിട്ട് ഒരു കൂട്ടം ഡെലൂലൂക്കൾ എത്തുന്നതാണ് ഈ സിനിമ എന്ന് പറയാം. സുഖമാണോ എന്നൊരു വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടു പോയ കുറച്ച് മനുഷ്യരുടെ കഥയാണ് ഈ പടം എന്നും പറയാം. പോസിറ്റീവ്സ് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് മലയാള സിനിമയിൽ വ്യത്യസ്ത ജോണറുകൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രതിഫലനം കാണാവുന്ന ഒരു സിനിമയാണിത്. സാധാരണ ഹോളിവുഡിലൊക്കെ മാത്രം കൂടുതലായിട്ട് കണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ഫാന്റസി സിനിമകൾ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് മലയാളത്തിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശ്രമമാണ് സുഖമാണോ സുഖമാണ്. സോ ഇങ്ങനെ ഒരു ശ്രമം നടത്തിയതിന് പ്രത്യേക അഭിനന്ദനം നൽകണം. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസകരമായിരുന്നു. കുറെ മരണ കഥാപാത്രങ്ങൾ വന്നപ്പോൾ പടം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുകയായിരുന്നു. അതിൽ തന്നെ സ്ഥിരം വില്ലൻ വേഷങ്ങൾ ഒക്കെ ചെയ്തു വന്നിരുന്ന സ്പടികം ജോർജിന് ഒരു ഫീൽ ഗുഡ് കഥാപാത്രം കൊടുത്തത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവരുടെയൊക്കെ കുറച്ച് നല്ല മൊമെന്റ്സ് പടം സമ്മാനിക്കുന്നുണ്ട്. പടം ഒട്ടും ബോറിംഗ് ഒന്നുമല്ല, എൻഗേജിംഗ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇന്റർവെൽ വരെ പടം വളരെ നൈസാണ്. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ മാത്യു തോമസിന് പറ്റിയ ഒരു ക്യാരക്ടർ ആയിരുന്നു ഇതിലെ തിയോ. ടൈലർ മേഡ് എന്നൊക്കെ പറയാം. ഏകാന്തതയും നിഷ്കളങ്കതയും ഒക്കെ ഉള്ളൊരു മുഖം, ഒപ്പം കുറച്ച് ഫാന്റസി എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്. അതിന് മാത്യു പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു. സംസാരിക്കാൻ ആരും ഇല്ലാതാവുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നതും ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നതും ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചാരുവായിട്ട് വന്ന ദേവിക സഞ്ജയുടെ പെർഫോമൻസ് നല്ലതായിരുന്നു. പക്ഷെ ആ ക്യാരക്ടർ എഴുതിയേക്കുന്നത് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. ഐപ്പായിട്ട് വന്ന ജഗദീഷിന്റെ പ്രകടനമാണ് പിന്നീട് എടുത്തു പറയേണ്ടത്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറും പ്രകടനവും നൈസ് ആണ്. ഇതിൽ ഇമോഷണൽ പോർഷൻസ് നന്നായിട്ട് വന്നത് ജഗദീഷിന്റെ ക്യാരക്ടർ കൊണ്ടാണ് എന്ന് തന്നെ പറയാം. പിന്നെ സ്പടികം ജോർജിന്റെ കാര്യം പറഞ്ഞല്ലോ, പുള്ളി കിടുവായിരുന്നു. വെറൈറ്റി റോളാണ്. അതുപോലെ അദ്ദേഹം കഴിഞ്ഞാൽ പിന്നെ രസകരമായിട്ട് തോന്നിയത് കുടശനാട് കനകം അവതരിപ്പിച്ച കഥാപാത്രമാണ്. പടത്തിൽ പുള്ളിക്കാരി നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യുന്നുണ്ട്. നോബി, അബിൻ ബിനോ എന്നിവരുടെ കഥാപാത്രങ്ങളും രസകരമാണ്. നോബിയാണ് കൂടുതൽ സ്കോർ ചെയ്തത്. ഒരു ജാപ്പനീസ് ക്യാരക്ടറിനെ കൊണ്ടുവന്നത് ഒരുപാട് പ്രതീക്ഷ തന്നിരുന്നുവെങ്കിലും വെറൈറ്റി ആയിരുന്നുവെങ്കിലും പിന്നീട് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തതായിട്ട് ഫീൽ ചെയ്തില്ല. ചെറുതാണെങ്കിലും മണിക്കുട്ടന്റെ റോൾ രസകരമായിരുന്നു. ടോബിൻ തോമസിന്റെ ക്യാമറ, കിരൺ വി അംബികയുടെ എഡിറ്റിംഗ് എന്നിവ പടത്തിന്റെ മൂഡിന് ചേരുന്ന വിധത്തിൽ തന്നെയാണ്. കളർഫുൾ ആണ് ഇതിന്റെ വിഷ്വലുകൾ. പടത്തിൽ പാട്ടുകൾ കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്തു എങ്കിലും ഓക്കെ ആയിരുന്നു. നിപിൻ ബസന്റ് ആണ് ഇതിന്റെ മ്യൂസിക്. എടുത്തു പറയത്തക്കതായിട്ട് പ്രത്യേകത പാട്ടുകൾക്ക് തോന്നിയില്ല. ചിലപ്പോൾ കുറെ കേട്ട് കഴിയുമ്പോൾ ഇഷ്ടമായേക്കാം. ഇതിന്റെ സംവിധായകൻ തന്നെയാണ് പടത്തിന്റെ തിരക്കഥാകൃത്തും. അദ്ദേഹം മുമ്പ് എഴുതിയ വേട്ട എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമയാണ്. അതുപോലെ തന്നെ കരിങ്കുന്നം 6, 10:30 AM, ലോക്കൽ കോൾ തുടങ്ങിയവയും അദ്ദേഹം തന്നെ എഴുതിയ സ്ക്രിപ്റ്റുകളാണ്. സ്ക്രിപ്റ്റിൽ തന്നെയാണ് പടത്തിന്റെ പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ തന്നെ ഈ ഫാന്റസി കഥകൾ കൺവിൻസിംഗ് ആയിട്ട് പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, പ്രോമിസിംഗ് ആയിട്ട് തന്നെയാണ് പടം തുടങ്ങിയത്. പക്ഷെ ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാതെയാണ് തീർന്നത് എന്ന് പറയാം. ഒറ്റപ്പെട്ട ഒരാൾ, അയാളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു കൂട്ടം ഡെലൂലൂക്കൾ, ഈ ഒരു കൺസെപ്റ്റ് തന്നെ രസകരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഒരുക്കാനുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ തുടക്കത്തിൽ നമ്മളുടെ മനം കവർന്ന ഈ ഡെലൂലു കഥാപാത്രങ്ങൾക്ക് സെക്കൻഡ് ഹാഫിൽ ഒന്നും തന്നെ ചെയ്യാനുണ്ടായിരുന്നില്ല. അവരെ മറന്നുപോയി എന്ന് തന്നെ പറയാം. അവസാനം അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും അത്ര കൺവിൻസിംഗ് ആവാതെ വിരസമായിട്ടാണ് കാണിച്ചത്. പിന്നെ ഒരു കൂട്ടം ആത്മാക്കളെ പിന്നെയും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എഴുതിയപ്പോൾ ഇതിൽ നായിക കഥാപാത്രത്തെ എഴുതിയേക്കുന്നത് ഒരു രീതിയിലും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. സോ മരിച്ച കഥാപാത്രങ്ങൾ പിന്നെയും കൺവിൻസ് ആയി. പക്ഷെ ജീവിച്ചിരിക്കുന്ന നായികയാണ് കൺവിൻസിംഗ് ആവാതെ പോയത്. കഥയിലെ മെയിൻ നെഗറ്റീവ് ഈ ക്യാരക്ടർ വന്നതാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. പോരാത്തതിന് സെക്കൻഡ് ഹാഫിൽ ഒരുപാട് മെലോ ഡ്രാമ കൊണ്ടുവന്നത് ഇമോഷണൽ ആക്കാനുള്ള ഒരു ശ്രമമായിരുന്നുവെങ്കിലും അതത്ര വിജയിച്ചില്ല എന്നാണ് തോന്നിയത്. ജഗദീഷിന്റെ ചില പോർഷൻസ് അല്ലാതെ ഇമോഷൻസ് ഒന്നും തന്നെ പ്രോപ്പർ ആയിട്ട് വർക്കായില്ല. ചുരുക്കത്തിൽ പ്രതീക്ഷ ഉണർത്തുന്ന ഒരു ഫസ്റ്റ് ഹാഫ് നൽകി, പക്ഷെ ഡെവലപ്പ് ചെയ്തപ്പോൾ വീക്കായി മാറിയ ഒരു പടം. സോ മൊത്തത്തിൽ ഇതിന്റെ ബേസിക് ഐഡിയ നല്ലതായിരുന്നു. അവരുടെ ചില മൊമെന്റ്സ് കൊള്ളാം. അത് ഇഷ്ടപ്പെട്ടതൊഴിച്ചാൽ ആകെ നോക്കുമ്പോൾ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു സുഖമാണോ സുഖമാണ്. കുറച്ചുകൂടി നന്നായിട്ട് എഴുതിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി നന്നായിട്ട് എഴുതി തുടങ്ങിയ ചില നല്ല ക്യാരക്ടേഴ്സ് പിന്നീട് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ സർവമായൊക്കെ പോലെ നല്ലൊരു ഫാന്റസി പടമാകാൻ സാധ്യതയുള്ള ഒരു സിനിമയായിരുന്നു. സോ എനിക്ക് പേഴ്സണലി പടം അത്ര പോരാ എന്നാണ് തോന്നിയത്. ഒരു ഓക്കേഷ് ഫീൽ മാത്രമേ നൽകിയുള്ളൂ. സ്റ്റിൽ ഇതൊരു നല്ല അറ്റംപ്റ്റ് ആണ്. ഇതുപോലുള്ള പടങ്ങൾ ഇനിയും വരണം. പക്ഷേ ഇതിന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള, ഗംഭീരമായിട്ടുള്ള, ടച്ചിങ് ആയിട്ടുള്ള ഒരു അനുഭവമായിട്ട് തന്നെ ഫീൽ ചെയ്തേക്കാം. പടം നിങ്ങൾക്ക് തിയേറ്ററുകളിൽ കാണാം. 1 മണിക്കൂർ 47 മിനിറ്റ് മാത്രമാണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.